മനസാക്ഷിക്ക് നിരക്കാത്ത ക്രൂരതയ്ക്ക് മുൻപിൽ കേരളം പകച്ചു നിൽക്കുകയാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ശാരീരിക വെല്ലുവിളി നേരിടുന്ന പിഞ്ചു കുഞ്ഞിനോട് സ്കൂൾ അധികൃതർ ചെയ്തത്. സംഭവം നടക്കുന്നതും നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്നാണ് ഏറ്റവും വിഷമകരമായ കാര്യം. കണ്ണൂരിലെ ഒരു ശിശുമിത്ര ബഡ്സ് സ്കൂളിൽ വിദ്യാർത്ഥിനിയെ കസേരയിൽ കെട്ടിയിട്ടതായി അമ്മയുടെ പരാതിയിൽ നിറയുന്നത് ക്രൂര പീഡനം. സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് കുട്ടിയുടെ അമ്മയാണ് ഭിന്നശേഷി വകുപ്പ് സ്റ്റേറ്റ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. 75% ശാരീരിക വെല്ലുവിളി നേരിടുന്ന മകളെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടെന്നാണ് പരാതി. ഈ മാസം 4-നാണ് സംഭവം. സ്കൂൾ PTA യോഗത്തിൽ പങ്കെടുക്കാൻ 20 മിനിറ്റ് നേരത്തെ സ്കൂളിൽ എത്തിയപ്പോഴാണ് മകളെ കെട്ടിയിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതെന്നും കുട്ടിയുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നനഞ്ഞിരുന്നതായി കണ്ടതായും തന്നെ കണ്ടപ്പോൾ അമ്മയെന്ന് കുഞ്ഞ് നിലവിളിച്ചതായും പരാതിയിൽ അമ്മ പറയുന്നു. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. തന്നെ കണ്ട് പൊട്ടിക്കറിയുന്ന മകളുടെ അടുത്തേക്ക് താൻ ഓടിയെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട ടീച്ചർ പെട്ടെന്ന് വന്ന് കെട്ടഴിച്ചു. എന്തിനാണ് കുട്ടിയെ ഇങ്ങനെ കെട്ടിയതെന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും വിഷമകരമായ കാര്യം എന്താണെന്നാൽ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നാണ്. ബാത്റൂമിൽ കൊണ്ടുപോയി വസ്ത്രം മാറ്റിയപ്പോൾ വയറിൽ ചരട് കൊണ്ട് വരിഞ്ഞു കെട്ടിയതിന്റെ നീലിച്ച പാടുകൾ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ അറിയാവുന്ന മറ്റു കുട്ടികളോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മകളെ എപ്പോഴും കെട്ടിയിടാറാണ് എന്നാണ് പറഞ്ഞത്. ഇതിനു മുൻപും മകൾക്ക് സ്കൂളിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്ന് വസ്ത്രം മാറുമ്പോൾ തുടയിൽ വടി കൊണ്ട് അടിച്ചതിന്റെ പാടുകൾ കണ്ടിരുന്നു. സ്കൂൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വളരെ ക്രൂരമായ അനുഭവങ്ങളാണ് തന്റെ മകൾക്ക് ഉണ്ടാവുന്നതെന്നും അമ്മ പറഞ്ഞു. മകൾ പരാതിപ്പെടില്ലെന്ന ധൈര്യം കൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് പല കുട്ടികളും സ്കൂളിൽ വരാറില്ല. പരാതിപ്പെടുന്ന കുട്ടികളോട് മോശമായ വിധത്തിലാണ് സ്കൂളിലെ ജീവനക്കാർ പെരുമാറുന്നത്. മകൾക്കുണ്ടായ ക്രൂരമായ പീഡനത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും അമ്മയുടെ പരാതിയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളെ മാനസികമായി സ്കൂൾ ജീവനക്കാർ പീഡിപ്പിക്കുന്നുണ്ടെന്ന് കാണിച്ച് വേറെയും രക്ഷിതാക്കൾ ഭിന്നശേഷി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. 3 അധ്യാപകരും ഒരു ആയയുമുള്ള വിദ്യാലയത്തിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത്. മുൻപ് ഡിവൈഎഫ്ഐയുടെ കാൽനട പ്രചാരണ ജാഥ സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികളെ അധ്യാപകരുടെ നിർബന്ധത്താൽ വിദ്യാലയത്തിന് പുറത്ത് നിർത്തി ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചിരുന്നു. അന്ന് കളക്ടറും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, പഞ്ചായത്ത് ഭരണ സമിതി തുടങ്ങിയവയെ ബന്ധപ്പെട്ട് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്താൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. കുട്ടിയെ കസേരയിൽ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ മണിക്കൂറുകളോളം കെട്ടിയിട്ട സംഭവത്തിൽ സ്കൂൾ ജീവനക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ തിമിരം ബാധിച്ച അധ്യാപകർക്കെതിരെയും അതിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഭിന്നശേഷി വിദ്യാർത്ഥിനിയെ കെട്ടിയിട്ട സംഭവവും മറ്റ് വിദ്യാർത്ഥികൾക്കുണ്ടായ ദുരനുഭവങ്ങളും ചർച്ച ചെയ്യാൻ പരാതിക്കാരെയും സ്കൂൾ അധികൃതരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2-ന് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് യോഗം. പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 അധ്യാപകരും ഒരു ആയയും ഒരു പാചകക്കാരിയുമാണ് സ്കൂളിൽ ഉള്ളത്. 30-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൽ 15 പേരാണ് ഇപ്പോൾ സ്ഥിരമായി വരുന്നത്. സ്കൂൾ ജീവനക്കാരുടെ മോശം പെരുമാറ്റം കൊണ്ടാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ സ്ഥിരമായി വരാത്തതെന്ന് രക്ഷിതാക്കളുടെ ആക്ഷേപം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം.